നമസ്കാരം. റിയൽ ടേസ്റ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ, ഒരു അടാർ ഐറ്റം. അപ്പം ഇത് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചൈനീസ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ ചൈനയൊന്നുമല്ല. ഇത് നമ്മുടെ ഒന്നാം തരം നാടൻ ഐറ്റമാണ്. ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രാഗൺ ചിക്കനാണ്. പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചൈനീസ് എന്നൊക്കെ തോന്നും, ഒന്നുമല്ല, നമ്മുടെ സ്വന്തം നാടൻ സാധനം അല്ലേ. സോസൊക്കെ ഒഴിച്ച് വരുമ്പോൾ ചൈനീസിന്റെ ഒരു ഫ്ലേവർ ആയിട്ടൊക്കെ വരും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മുടെ കേരളത്തിനോടൊരു ഡിഷ് തന്നെയാണ് ഡ്രാഗൺ ചിക്കൻ. അങ്ങനെ സ്ട്രോങ് ആണെന്ന് പറയാം, നമ്മുടെ സ്വന്തം കേരളത്തിന്റെ അല്ലേ, നമ്മുടെ മലയാളികളുടെ സ്വന്തം ഡ്രാഗൺ ചിക്കനാണ്. അപ്പൊ നമുക്കൊരു പാചകം തുടങ്ങാം അല്ലയോ? അപ്പൊ ഈ ഡ്രാഗൺ ചിക്കൻ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്? ഡ്രാഗൺ ചിക്കൻ ചിക്കൻ വേണം, പ്രധാനമായിട്ട് ചിക്കൻ. ഡ്രാഗൺ ഫ്രൂട്ട്സ് വേണ്ടേ? ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട. ചിക്കന്റെ ബ്രസ്റ്റ് ആണ് എടുക്കുന്നത്. ചിക്കന്റെ ബ്രസ്റ്റ് നമ്മൾ ജൂലിനായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്യും. അതിൽ നമ്മുടെ ചൈനീസിന്റെ പാറ്റിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യണമല്ലോ. എന്തൊക്കെ ചേർക്കും? ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേന് വൈറ്റ് പെപ്പർ, ഷുഗർ, സോൾട്ട്, പിന്നെ കാശ്മീരി ചില്ലി പേസ്റ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ സോസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മളിനി പാചകത്തിലേക്ക് പോവാം അല്ലേ? പ്രേക്ഷകർ നമ്മുടെ ആകാംക്ഷയുടെ കാത്തിരിക്കുമ്പോൾ എന്താ തുടങ്ങാത്തത്? കത്തിക്കാം. അപ്പം എണ്ണ എടുത്ത് വെക്കല്ലോ, അവിടെ കത്തിരും. അപ്പുറത്തന്നെ വെക്കാം. ഓക്കെ, വെക്കട്ടോ. ഇത്ര എണ്ണ വേണം? ഇത്ര എണ്ണ വേണം. നമ്മൾ കോട്ടി ഫ്രൈ ചെയ്തെടുക്കാനാണ് ചിക്കൻ. അതല്ലയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഏകദേശം ഈ എണ്ണ നല്ല ചൂടായതിനു ശേഷമാണ് ചിക്കൻ. അപ്പോൾ നമുക്കിനി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ചിക്കൻ നമ്മുടെ ഒന്ന് ഇവരെ പ്രേക്ഷകർ കാണിക്കണ്ടേ? അപ്പോൾ ഇവിടെ നമുക്ക് നന്നായി കട്ട് ചെയ്ത് വെച്ച, നല്ല നീളത്തിൽ നല്ല കട്ട് ചെയ്ത് വെച്ച നല്ല കിളുന്ന ചിക്കൻ ഉണ്ട് അല്ലയോ? ബോൺലെസ് ആണ്. ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എല്ലില്ലാത്ത പീസാണ്. ജൂലിനായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. എന്ത് പേര് പറഞ്ഞു? ബോൺലെസ്. അതായത് എല്ലില്ലാത്ത ചിക്കൻ്റെ ഇത്. അതിന്റെ ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്ത് ആയിട്ട് നമ്മൾ ജൂലിനായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു ടൈപ്പ് ആയിട്ടിരിക്കും. എത്ര നീളത്തിലിരിക്കും? ചെറുതായി ചുരുക്കും. നമ്മൾ ഓയിൽ ഫ്രൈ വരുമ്പോൾ ചെറുതായിട്ട് ചുരുക്കും. ഇത് ഈ നമ്മളിത് എപ്പിസോഡിൽ പറയാമെന്ന് അറിയാൻ വയ്യ, ഈ ടച്ചിങ്സിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ? ടച്ചിങ് നല്ലതാണ്, ഡ്രൈ ആയിട്ടുള്ള സാധനമാണ്. കുറച്ച് സോസ് ചേരുവാണെങ്കിൽ നല്ല ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, എങ്കിലും ഇത് പറയുന്ന കാരണം ഈ കൂടുതലും ആളുകൾ ഇത് ടച്ചിങ്സ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാം, കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കാം, ഭക്ഷണത്തിനുള്ള സൈഡായിട്ട് ഉപയോഗിക്കാം. ഗ്രേവി കുറവാണ്, ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ്. കടിച്ചു പൊട്ടിച്ച് ചിപ്സ് ഒക്കെ സോസ് വരുമ്പോൾ അതിന്റെ ഒരു ഡ്രൈനെസ് കുറയും. കുറച്ചുകൂടെ സോഫ്റ്റ്. സോസ് ഇല്ലെങ്കിൽ ആ ഒരു നല്ല ഡ്രൈ ആയിട്ട് സംഭവമാണ് അല്ലേ? അപ്പൊ നമുക്ക് മസാല ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോ നമുക്ക് എത്ര ഗ്രാം ചിക്കൻ ഉണ്ട്? ഇതിൽ 20-25 ഗ്രാം ഒരുപാട് ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 4 പീസ് എടുക്കുന്നുണ്ട്. 25-30 ഗ്രാം അടിച്ചുള്ള ചിക്കൻ എടുക്കും. നമുക്ക് ഒരാൾക്ക് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? ഇതിപ്പോ ഒരു അത്യാവശ്യം നല്ലൊരു പോർഷൻ ആണെങ്കിൽ നമുക്കൊരു 2 പേർക്ക് കഴിക്കാനേ ഉള്ളൂ. നമുക്ക് അതനുസരിച്ച് നമ്മൾ വീട്ടിലെ കുക്ക് ചെയ്യുമ്പോഴത്തേനും നല്ല 5 കോഴിയൊക്കെ എടുത്ത ആ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് അത്ര പോർഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ സാധാരണ ഈ കല്യാണത്തിനൊക്കെ ഈ ഒരു വലിയ സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പം ഇതും ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെച്ച് കണ്ടിട്ടുണ്ട്, ഡ്രൈ ചിക്കൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കനാണ് അല്ലേ, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ചിക്കൻ. അപ്പോൾ നമ്മളെ കേരളത്തിന്റെ ഡിഷ് തന്നെയാണ്. ചൈനീസിന്റെ ഇതിലായിട്ട് കൊടുക്കുന്നുണ്ട്, സോസുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ചൈനീസിന്റെ ഡിഷ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ കേരള തനിമയുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് ഈ പേരിൽ ഇനി ചിക്കൻ മാത്രമില്ല എന്നുള്ള പേര് ദോഷം വേണ്ട. അപ്പോൾ നമുക്ക് കേരളത്തിന്റെ പേരിൽ ചിക്കനും ഉണ്ട് അല്ലേ? എണ്ണ തിളച്ചാണോ? എണ്ണ തിളക്കാറ് മസാല ഇടാറുണ്ട്. അതിൽ കോൺഫ്ലോർ അവിടെ ഇരിപ്പുണ്ട്. കോൺഫ്ലോർ. അപ്പോൾ നമുക്ക് ഇത് മസാല മിക്സ് ചെയ്യണല്ലോ. ഇതിൽ മസാല. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്താലോ? നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? നമുക്ക് കോൺഫ്ലോർ അവിടെ ഇരിപ്പുണ്ട്. ഇതല്ലയോ?
അപ്പം കോൺഫ്ലോർ 3 സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഇതിൽ ചേർക്കാം. 3 സ്പൂൺ ഓക്കെ. മതില്ലേ? പിന്നെ ചൈനീസിൻ്റെ മസാല നമുക്ക് ഇവിടെ ഉണ്ട്. അതിൽ ലേശം വൈറ്റ് പെപ്പർ നമുക്ക് ചേർക്കാം. വൈറ്റ് പെപ്പർ ഇത്രയൊക്കെ മതി? മതി, തീർച്ചയായും. കോട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഓക്കെ. വൈറ്റ് പെപ്പർ, ഷുഗർ, സോൾട്ട് കുറച്ച് ചേർക്കണം. ഓക്കെ. പിന്നെ അടുത്തായി കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി കുറച്ച് മതി. കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ ഇത് പറ്റിയിരിക്കണം. മസാല നമുക്ക് ശരിക്കും പിടിച്ചിരിക്കണം. ഇപ്പോൾ കുറച്ച് നല്ല എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കൂട്ടാം. എരിവ് വേണമെങ്കിൽ സ്പൈസി നമുക്ക് കൂട്ടാം. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ മസാല വരുമ്പോഴത്തേന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. തീർച്ചയായും കൂട്ടാം. ഇത് നമ്മുടെ ഈ റീജൻസിയിൽ ഇവിടെ വരുന്ന ഈ ആളുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഡിഷ് ആയതല്ലേ? തീർച്ചയായും. ഡ്രാഗൺ നല്ലതായിരിക്കും. നമുക്ക് മൂവ്മെന്റ് ആണ്. ഡ്രാഗൺ ചിക്കനും റെഡിയാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഫ്രൈ ചെയ്ത് അത് ശരിക്കും ചൂടായി കാണും. ചൂടായിട്ടുണ്ട്. തീർച്ചയായും ഉണ്ടല്ലേ? പിന്നെ ഓരോ പീസ് ഇങ്ങനെ എടുത്ത് വെക്കുക. ആഹാ, ഇതിൽ ചിക്കൻ മറക്കുന്നവരുണ്ടല്ലേ? ചിക്കനാ മറക്കുന്നതെന്ന് പറ. പ്രതി കേട്ട ആളെ നിഷ്കളങ്കനല്ലേ? ഒരു തമാശ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കുന്നില്ല. തമാശ നമ്മൾ ചിക്കൻ മറക്കുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ പെട്ടെന്ന് അങ്ങനെ കിട്ടിയില്ല. നിങ്ങളൊക്കെ തിരുവനന്തപുരത്തായിരുന്നു? തിരുവനന്തപുരത്തായിരുന്നു അല്ലേ? ഇവിടെ കിടി അതിനെ വെച്ചേക്കുന്നേ. ഇനി അത്രയായിട്ട് ചിക്കൻ വെറുതെ വേസ്റ്റ് വെച്ചേക്കുന്നില്ല. അങ്ങോട്ട് കിടക്കട്ടെ. ഓക്കെ. അവിടെ കിടക്കട്ടെ. ഇന്നാ കൈയൊക്കെ തുടയ്ക്കുന്നു. ജസ്റ്റ് അവിടെ ഉണ്ട്. മതിക്കണം. കറക്റ്റ് ഫ്ലെയിം ആണെങ്കിൽ 5 മിനിറ്റ് മതി. എന്നാൽ ബോൺലെസ് സൗണ്ട് കുക്കിങ്ങിന് വളരെ ലേറ്റ് ആവുന്നില്ല. അത് വളരെ പെട്ടെന്നാവില്ല. ഇതിപ്പോൾ നല്ല ഒരുമാതിരി നല്ല കളർ വരണ്ടേ? റെഡ് കളർ ബ്രൗൺ കളർ. നമുക്കിപ്പോൾ ഇത് ഓൾറെഡി ചെറിയൊരു ഗ്രേവി പോലെ വരുന്നുണ്ട്. ഗ്രേവി അല്ല, ഡ്രൈ ആണ്. അപ്പോൾ അതിൽ മസാലയും കൂടെ ആഡ് ചെയ്യുമ്പോഴായിട്ട് ചെറിയൊരു കളർ വരും. നമുക്ക് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ കൂട്ടാനായിട്ട് കാശ്മീരി കൂടുതൽ റെഡ് കളർ ഇവിടെ യൂസ് ചെയ്യാറില്ല. കാശ്മീരി ചില്ലി ആയിട്ടാണ് നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുന്നത്. ഒരു ഫ്ലേവറും നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. അല്ലാതെ ഒരു വേറെ ഒന്നും ഉപയോഗിക്കും. നാച്ചുറൽ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ രാജ് റീജൻസിയിൽ വരുന്ന ഇവിടെ ആളൊക്കെ വന്ന് പറയുമോ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഇത് വേണം, നമ്മുടെ ഈ ഡ്രാഗൺ ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറയും എത്ര മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയും? നമുക്ക് 15 മിനിറ്റ് 15 മിനിറ്റുകൾ വെയിറ്റ് ചെയ്താൽ മതി. 15 മിനിറ്റുകൾ വെയിറ്റ് ചെയ്താൽ മതി. അതിനകത്ത് നമ്മൾ പ്രതിഭയുടെ സാധനം റെഡിയാക്കി നിങ്ങളുടെ ഡൈനിങ് ടേബിളിന് മുന്നിൽ എത്തിച്ചിരിക്കും അല്ലേ? അതാണ് ഒരു പീസ് ചലഞ്ചാണ്. ആയിരിക്കട്ടെ. നിങ്ങൾ നല്ല പാട്ടുകാരെന്നൊക്കെ നമ്മൾ അറിഞ്ഞത്. ഭയങ്കര പാട്ടുകാരനാണ്. ഒന്നുമല്ല, പ്രതിഭയുടെ നല്ല പാട്ടൊക്കെ പാടും എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. വെറുതെ കിംബന്തി പറയുന്നേ അസൂയാരിക്കളോ? അല്ല, നമ്മുടെ ആരാധകർ പറയുന്നില്ല, ഫാൻസ് പറഞ്ഞിട്ടാക്കുന്നേ അല്ലേ? പ്രദീപ് ഫാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ പാചക മേഖലയിൽ ഒരു 10-13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 13-14 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ 14 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇടയിൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്താണല്ലോ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം. ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് ആളുകൾ ഇങ്ങനെ ഷെയ്ക്കാനായിട്ട് ആ പ്രതിഭയെ കൊള്ളാം അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും? അത് നമ്മുടെ ഒത്തിരി പേര് നമ്മുടെ മെഡിക്കൽ കോളേജ് നമ്മുടെ റൂബി അരീനയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ലൈവ് ഫുഡ് സമയത്തും ഒത്തിരി പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മളെ കിങ്സ്വേലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് MD മകൻ്റെ കല്യാണത്തിൻ്റെ വർക്കൊക്കെ എല്ലാം നമ്മുടെ ഫുഡ് അടിച്ചത് മെയിനായിട്ട് പ്രസന്ന സാറ് കിങ്സ്വേ പുള്ളിയുടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേന് ഒത്തിരി പേര് ഗസ്റ്റൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും. വീട്ടിലൊക്കെ പാചകമൊക്കെ ചെയ്യുന്ന ആരാ? വീട്ടിൽ പാചകം വൈഫ് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അല്ല വൈഫിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കറിയും ചോറൊക്കെ വെച്ച് കൊടുക്കൂ? നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഫിഷുകളൊക്കെ കിട്ടുവാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പെൺകൊച്ച് എന്തൊരു ഭാഗ്യവതിയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മയുടെ പറയും, അമ്മ നിങ്ങൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, പെണ്ണുമ്പെടുത്ത് പറയും ഇല്ലയോ? വൈഫിനോട് പറയും ഒന്ന് നീ റെസ്റ്റ് എടുത്തോ, ഞാൻ നമ്മളോട് വർക്കും കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കും അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടം നമ്മുടെ ചെയ്ത പാചകത്തിൽ ഈ ചെയ്ത പോലത്തെ കറികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് അത് ഗംഭീര സാധനം അല്ലെങ്കിൽ നല്ല ഐറ്റം എന്ന് പറഞ്ഞ ഒരു ഫുഡ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചെയ്ത ഗസ്റ്റിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പിന്നെ ബിരിയാണി
അതായത് ദം ബിരിയാണി, മട്ടൻ ദം ബിരിയാണി, അത് നമ്മൾ വർക്ക് വരുമ്പോഴത്തേനും ഓർഡർ അനുസരിച്ച് നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കല്യാണത്തിൻ്റെ ആയാലും ശരി, ഔട്ട്ഡോർ വർക്ക് വരുമ്പോഴും ശരി, ഗസ്റ്റ് വരുമ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം കിട്ടും. ദം ബിരിയാണി മെയിനായിട്ട് നമുക്ക് സ്പെഷ്യലാണ്. പിന്നെ ഈ ഡ്രാഗണും സ്പെഷ്യലാണ്, ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ നാടനും ഓർത്ത്, പിന്നെ സീ ഫുഡ് നമുക്കിവിടെ മെയിനാണ്. സീ ഫുഡ് നമുക്ക് നാളെ ഇതായത് കരിമീനുണ്ട്, ആവോലി, പിന്നെ നെയ്മീൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തന്നെ ഓൾറെഡി കുക്കായി. ഇത് നമുക്ക് സെയിനിലോട്ട് മാറ്റാം. നമ്മളത് സെയിനിൽ അവിടെ ഇരിപ്പുണ്ട്. അതിലോട്ട് നമുക്ക് അതിലടിയിൽ നമുക്ക് സെയിനിലോട്ട് ആയിട്ടുണ്ട്. അപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, മറ്റേ സമയമായി. മാറ്റാൻ സമയമായി. അപ്പോൾ നമ്മുടെ ഈ രാജ് റീജൻസി, അപ്പോൾ ശരിക്കും പറഞ്ഞാലേ ഇവിടുത്തെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞുതരാം അല്ലേ. നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ബോർഡറിലാണ്, നിലമേലാണ് ഈ 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഈ ഹോട്ടൽ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ശരിക്കും ഇത് ഡ്രൈ ആയി കാണൂ. അത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ പാൻ വെച്ചിട്ട് ഇത് മാറ്റിയിട്ട് നമ്മുടെ ഫ്രൈ കടായി വെച്ചിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങും. അപ്പോൾ അതിങ്ങോട്ട് മാറ്റാമോ? എങ്കിൽ പിന്നെ അതിങ്ങോട്ട് മാറ്റിക്കോ, ഇതങ്ങോട്ടും വയ്ക്കാം. അപ്പോൾ തിളച്ച എണ്ണയാ, ദേഹത്തൊന്നും വീഴണ്ട, അത് അവിടെ ഒതുങ്ങിയിരിക്കട്ടെ. പാൻ വെച്ചില്ലേ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിനടുത്ത് നമ്മളത് കത്തിക്കുക. അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. നമ്മുടെ സമയമാകുമ്പോൾ കടായി കത്തിക്കല്ലയോ? ഓക്കെ, ഇങ്ങനെ കടായി ഇരുന്ന് കത്തട്ടെ. ഇത് പാചകമൊക്കെ എവിടെ പോയി പഠിച്ചു? ഞാൻ CMS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രത്ത്, ബേക്കറി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നിന്നാണ് പഠിച്ചത്, കോഴ്സ് പഠിച്ചത്. ഇതിപ്പോൾ എന്താണ് പഠിക്കുന്നത്? ഇത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇരിപ്പുണ്ട്. പറയണേ അതിൻ്റെ അളവ്? പറയാം. നിൽക്കട്ടെ, മതി. ഓക്കെ. ഇനി സൺഫ്ലവർ ഓയിലിനകത്താണ് ഇതിൻ്റെ അടുത്ത പണിയില്ലയോ? നമ്മുടെ ശരിക്കും നമ്മുടെ ഈ കേരള ഫുഡ് ഇതായതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ വെളിച്ചെണ്ണ ഇത് ഉണ്ടാക്കാൻ പറ്റില്ലയോ? വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. പിന്നെ സോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടേസ്റ്റ് ഒരു പ്രത്യേക ഡിഫറെന്റ് ടേസ്റ്റ് വരും, ഫ്ലേവർ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ഏതെണ്ണയിലും നമുക്ക് ചെയ്യാം, ഏതെണ്ണയിലും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം. പിന്നെ ഇത് കറക്റ്റായിട്ട് റെസിപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ ചൈനീസ് കൂടുതലും അങ്ങനെ പോകും. നമുക്ക് ഇതിൽ ആദ്യം ചെയ്യാമെന്ന് പറയുമ്പോഴത്തേന് ക്യാഷ്നട്ട് ആദ്യം ഇടുക. ഓക്കെ, അതായത് ഡ്രൈ ചില്ലി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈ ചില്ലി അതിട്ട്, അത് കഴിഞ്ഞിട്ട് സെലറി ഇട്ട്. ഓക്കെ, ഇതാ ഒരുവിധം സോട്ടായി കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രൗണിഷ് ആയി കഴിയും. ഓക്കെ, ഇതിലോട്ട് നമ്മളത് ചോപ്പ് ചെയ്ത് ജിഞ്ചർ കുറച്ചിടുക. അതായത് ഗാർലിക്ക്, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി നൈസായിട്ട് കട്ട് ചെയ്ത്. ഓക്കെ, ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ആകുമ്പോൾ ചെറിയൊരു കളർ വരിക. പിന്നെ ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് അടുത്ത ചോപ്പ് ചെയ്ത ഓണിയൻ എന്താ ഇവിടെ ഇട്ടിട്ടുണ്ട്, ടൊമാറ്റോ. ഓണിയൻ കുറച്ച് നമുക്ക് സോട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിതാ അതിൻ്റെ മെയിനായിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് വേണമെങ്കിൽ ഒണിയൻ മാത്രം വേണമെങ്കിൽ സ്ലൈസ് ചെയ്ത് വയ്ക്കാം. ഇതിൽ നമ്മൾ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഒണിയനും കൂടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് ഒണിയൻ മാത്രം ചേർക്കാം. പലതരത്തിൽ പല അതായത് ഒന്ന് ഒണിയൻ മാത്രം അങ്ങനെ ഇടാം. പിന്നെ നമ്മളിത് കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ലതാ. ഇത് ചെറിയ ഒരു ഹാഫായിട്ടൊന്ന് സോട്ടായാൽ മതി. ഇത് ക്രഞ്ചി ആയിട്ടിരിക്കും സാധനം. ഒരു സോട്ടായിട്ടുണ്ട്. ഓക്കെ, ഈ സോട്ടായി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് ചില്ലി പേസ്റ്റ് ഇത് അവിടെ ഇരിപ്പുണ്ട്. ചില്ലി പേസ്റ്റ് നമുക്ക് കുറച്ച് ഇതിലോട്ട് മതി, കുറച്ച് മതി. സ്പൈസി നമ്മൾ വളരെ കുറച്ച് വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പൈസി വേണമെങ്കിൽ കൂടുതലിടാം. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഓക്കെ,
പിന്നെ പൊക്കി കഴിക്കുമോ? കേക്ക് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. അല്ലേ? ഇത് ചെറുതായി. ആ ഇങ്ങനെ കാണാനൊക്കെ ഒരു രസമാണ്. ആ ഒരു തോട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇതിലെ സ്പൈസസ് ഇടാം. ഇനിയാണ് ഐറ്റംസ്. വൈറ്റ് പെപ്പർ. ഓക്കെ, ഇത്രയൊക്കെ മതി. ആ മതി. ശകലം ഷുഗർ. ഓക്കെ, സോൾട്ട്, ശകലം കാശ്മീരി ചില്ലിപ്പൊടി. അത്രയൊക്കെ മതി. അത് തീർച്ചയായും മതി. നല്ല സ്പൈസിയാണത്. ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് സോസ് ചേർക്കാം. സോസ് ഇതിൽ വരുന്നത് ടൊമാറ്റോ സോസ്. ആദ്യം ചേർക്കുന്നില്ല. ഓക്കെ, പിന്നെ കുറച്ച് ചില്ലി സോസ്. 2 സോസ് മതി. ചിലവർ സോയ ചേർക്കും. സോയ ചേർത്ത് കഴിഞ്ഞാൽ ഡാർക്കായിട്ടിരിക്കും. ഓക്കെ, അത് നല്ല രീതിക്കൊന്ന് ചെയ്യാം. ഡ്രാഗൺ ചിക്കൻ്റെ വറുത്തതിന് ശേഷമുള്ള ഈ മസാല കൂട്ടാണ്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാമല്ലോ. ശരി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് സാധനം. ശരി, വയണ്ട് ഒന്നും മതി. ചെറുതായിട്ടൊന്ന് ഓവറായിട്ട് ഷോർട്ട് ആവണം. കൂടെ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ചിക്കൻ അല്ലയോ? ഓക്കെ, നമ്മളിപ്പം വറുത്ത് റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് നമ്മൾ തട്ടി കൊടുക്കാം അല്ലയോ? അവിടെ കിടക്കട്ടെ. നല്ല രീതിയിൽ മിക്സ് ചെയ്യും. ഇനി അങ്ങോട്ട് തീയെല്ലാം കൂട്ടി അങ്ങോട്ടിട്ട് കൃത്യമായിട്ട് എങ്ങനെ ചെയ്തന്നെ വീഴും. വിദ്യാഭ്യാസം ആരെടുക്കുന്നത് ഇതിനകത്ത് തീ അങ്ങ് പിടിക്കുമോ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോണ്ട് വേണം. അതെന്താ തീ പിടിക്കുന്നത്? നമ്മൾ ഫുള്ളി ഓടിയൻ ടൊമാറ്റോ സോട്ട് ചെയ്യുമ്പോൾ ഓയിലിൻ്റെ ചെറിയൊരു ഇത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ സൈഡിൽ കൂടെ ഫയർ ചെയ്യാറ്. മനപ്പുറം കയറ്റുന്ന ഇല്ലല്ല, ഒരു ഷോർട്ട് നമ്മൾ ഇല്ലല്ല. ചിലപ്പോൾ ഇതിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഇതായിട്ടുണ്ട്. ആണോ? എത്ര പേരായിട്ടുണ്ട്. അത് ശരി. അപ്പോൾ നമ്മൾ ഈ ഡ്രാഗൺ ചിക്കൻ അല്ലയോ? അപ്പോൾ നമ്മുടെ ഈ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേനും ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് നമ്മൾ ജൂലിനായിട്ട്, അതായത് നമ്മുടെ വിരലിൻ്റെ ഫിംഗർ ടൈപ്പായിട്ട് ജൂലിനായിട്ട് കട്ട് ചെയ്യുക. അതായത് വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്ത് അതിൻ്റെ മസാല എന്ന് പറയുമ്പോഴത്തേനും സോൾട്ട്, പിന്നെ പല നമുക്ക് വേണമെങ്കിൽ പല അല്ലാതെ മൈദ വേണമെങ്കിൽ ചേർക്കാം. കോൺഫ്ലോർ വേണമെങ്കിൽ ചേർക്കാം. മൈദ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് പോകും. അതുകൊണ്ട് കോൺഫ്ലോറാണ് ബെറ്റർ. അതെ, നല്ലത്. ഈ കോൺഫ്ലോറും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ സോൾട്ട്, ആവശ്യം സോൾട്ടെല്ലാം ചേർത്തുക. കുറച്ച് ശേഷം മാരിനേഷൻ ചെയ്യാനായിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. സൺഫ്ലവർ ഓയിൽ എടുത്ത് കത്തിച്ച് ചൂടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിൽ കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ കളറാണെങ്കിൽ വൈറ്റ് ആണെങ്കിൽ അങ്ങനെ, പിന്നെ കളർ വേണമെങ്കിൽ കാശ്മീരിയോ അല്ലെങ്കിൽ ചില്ലി പേസ്റ്റോ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് അതിനെ മിക്സ് ചെയ്ത് മാരിനേഷൻ ചെയ്ത് ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല. കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് ഓൾറെഡി അത് പെട്ടെന്ന് പിടിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മസാല അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും. ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അത് അടുത്ത നമ്മൾ പാൻ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ കാഷ്നട്ട്, ഡ്രൈ ചില്ലി, അതുപോലെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക്ക് എല്ലാം ഇട്ട് നല്ല സോട്ട് ചെയ്തിട്ട് പിന്നെ ചോപ്പ് ചെയ്ത് കൊണ്ടിരിക്കണം. പിന്നെ ജൂലിനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് റൗണ്ട് കട്ട് ചെയ്ത് കുനുകുനായിരിക്കും. ഓക്കെ, അത് ചേർത്ത് പിന്നെ നമ്മുടെ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത്ര സാധനങ്ങളിട്ട് നല്ല ഭംഗിയായിട്ട് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്ത് ചെയ്യാനായിട്ട് ചെറുതായിട്ടൊന്ന് ഹാഫ് സോട്ട് ആകുമ്പോഴത്തേന് അടുത്ത മസാല എന്ന് പറയുമ്പോൾ ചില്ലി പേസ്റ്റ് നമ്മൾ അടിച്ചു വെച്ചില്ലേ, ചില്ലി പേസ്റ്റ്, വൈറ്റ് പെപ്പർ, സോൾട്ട്, കുറച്ച് ഷുഗർ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വേണമെങ്കിൽ സ്പൈസി വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെപ്പറൊക്കെ ചേർക്കാം. പലയിടത്തും പല സ്പൈസി അനുസരിച്ചിരിക്കാം. പിന്നെ ലെസ് സ്പൈസി ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് പെപ്പറൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ ഇത് നല്ല സോട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സോസ് എന്ന് പറയുമ്പോൾ ടൊമാറ്റോ സോസും ചില്ലി സോസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സോയ ചേർക്കാം. നമ്മൾ ഡാർക്ക് സോസ് ആവുമ്പോൾ സോയ ചിലവർ ചേർക്കും, ചിലവർ ഇപ്പോൾ സോയ സോസ് ചേർത്തിട്ടില്ല, നമുക്കങ്ങനെ ചേർക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല. പിന്നെ സോൾട്ടൊക്കെ നോക്കി ചെക്ക് ചെയ്യുക. പിന്നെ നല്ല ഒരു പ്ലേറ്റിൽ ഗാർണിഷ് ചെയ്യുക. ഗസ്റ്റിനെ ഇങ്ങനെ കൊടുക്കുക. വീട്ടിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റണ്ടേ? ഓക്കെ, മാറ്റാം. ശരി. ഇത് കാണുമ്പോൾ തോന്നും ഇത് ഫുള്ള് ഡിസൈനാണ്. ഇതെല്ലാം നമ്മുടെ പ്രതിവേട്ടൻ നല്ല ചിത്രപ്പണിയൊക്കെ നടത്തിയ ഗംഭീരമായിട്ട് വർണ്ണങ്ങൾ. ഇത് സാധനം എന്തത്? ഇത് കുക്കുംബർ, ക്യാരറ്റും സിമ്പിൾ സാധനം. ഇവിടെ ദാണ്ട് തക്കാളിയുടെ ഒരു റോസാപ്പൂക്ക് ഉണ്ടാക്കി 2 ഇലയായിട്ട് 2 കറിവേപ്പിലയൊക്കെ വെച്ച് സെറ്റ്. ഇതിന് മേളിൽ വല്ല ഇടുന്ന അലങ്കാരം ഇവിടെ നമുക്ക് സ്പ്രിംഗ് ഓണിയനും വൈറ്റ് ഷീറ്റ്സ് ഇരിപ്പുണ്ട്. നമ്മുടെ വെള്ള വൈറ്റ് ഷീറ്റ്സ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം കളറായി. ഓ, സംഗതി കളറായി.
അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രാഗൺ ചിക്കൻ നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മുടെ സ്വന്തം പ്രദീപേട്ടനാണ്. നമ്മുടെ ഈ ഹോട്ടലിൻ്റെ പേര് ഒരിക്കൽ കൂടെ പറയാം. കൊല്ലം ജില്ലയിലെ നിലമേലുള്ള രാജ് റീജൻസിയിലെ നമ്മുടെ പ്രദീപേട്ടൻ മെയിൻ ഷെഫാണ് ഇത് റെഡിയാക്കി തന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായ മറ്റൊരു രുചിക്കൂട്ടുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.